സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 30-ാമത്തെ ശീർഷകത്തിൽ കടക്കുകയാണ് നമ്മൾ. ആത്മാവും അനാത്മാവും. അനാത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവല്ലാത്തത് എന്ന് പറഞ്ഞാൽ ജഡം. സത്തിന്റെ നേരെ വിപരീതം അസത്ത്. ചിത്തിന്റെ നേരെ വിപരീതം ജഡം. ആനന്ദത്തിന്റെ നേരെ വിപരീതം ദുഃഖം. അനൃത ജഡ ദുഃഖം, ഇതാണ് പ്രപഞ്ചസ്വരൂപം. അതില്ലാത്തതാണ്, ജഡപദാർത്ഥങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്, സദാ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. ഈ 3 തരത്തിലുള്ള ദോഷങ്ങളും ആത്മാവിലില്ല. അത് നാശമില്ലാത്തതും ചൈതന്യസ്വരൂപവും ആനന്ദം നൽകുന്നതുമാണ്. ആനന്ദം സ്വരൂപമായതാണ്. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചാൽ ശാശ്വതമായ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആനൃത്ത ജഡ ദുഃഖം ഓർമ്മിച്ചോളുക. ആനൃത്ത ജഡ ദുഃഖം അതാണ് പ്രപഞ്ചസ്വരൂപം. സച്ചിദാനന്ദം ബ്രഹ്മസ്വരൂപം. ഇനി ഈ ശീർഷകത്തിൽ ആചാര്യൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആത്മാവും അനാത്മാവും തമ്മിലുള്ളൊരു ഭേദം ആകാശം പൃഥിവിയും എന്നതുപോലെ വരും. ആത്മാവാകാശ തുല്യം അനാത്മാവനീ സമം. ആത്മാനാത്മഭേദങ്ങളേവമെന്നറിയണം. ആകാശത്തിനു ഗുണമുണ്ടാക കൊണ്ടിട്ടാത്മാവാകാശം പോലെങ്കിലും ഗുണവാനല്ല താനും. നിർഗുണൻ നിരഞ്ജനൻ നിഷ്കളൻ നിരാമയൻ മുഗുണഹീനൻ മായാരഹിതൻ പരബ്രഹ്മം. സച്ചിദാനന്ദസ്വരൂപൻ സനാതനൻ പരൻ. അച്യുതനഖണ്ഡന വ്യക്തനാദ്യന്തഹീനൻ. സത്യജ്ഞാനാത്മാ പരമാത്മാ സർവാത്മാവാത്മാ. നിത്യനദ്വയനെന്നു ബോധിക്ക വഴി പോലെ. ആത്മാവും അനാത്മാവും, ഇതാണ് ഈ ശീർഷകത്തിന്റെ പേര്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം, അതാണ് വിശദീകരിക്കാൻ തയ്യാറാവുന്നത്. ആത്മാവും അനാത്മാവും തമ്മിലുള്ളൊരു ഭേദം ആകാശം പൃഥിവിയുമെന്നതുപോലെ വരും. ആത്മാവും അനാത്മാവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവ തമ്മിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണ്. ഒന്നിന്റെ അടുത്ത് തന്നെ മറ്റേത് വരില്ല. ആകാശം അങ്ങ് ഉയരെ, ഭൂമി ഇങ്ങ് താഴെ. ആട് ആനയും പോലെ. അജഗജാന്തരം എന്ന് പറയും, സംസ്കൃതമാണ്. പക്ഷേ അജഗജാന്തരം എന്ന് പറയുന്നതിന് പകരം നല്ല വിദ്യാഭ്യാസമുള്ളവർ പോലും അജഗജാന്തര വ്യത്യാസം എന്നാണ് പറയുന്നത്. ഇതിന് പൗനരുക്ത്യ ദോഷം എന്നാണ് പറയുക. സാഹിത്യത്തിലെ പല ദോഷങ്ങളും കടന്നു വരാം. അങ്ങനെ നമ്മൾ വാക്യങ്ങൾ എഴുതുമ്പോഴോ പദങ്ങളെ പ്രയോഗിക്കുമ്പോഴോ പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. അതിൽ ഒരേ അർത്ഥമുള്ള ഒന്നിൽ കൂടുതൽ വാക്കുകളെ അടുത്തടുത്ത് പ്രയോഗിക്കുന്നതാണ് പൗനരുക്ത്യ ദോഷം. പുനരുക്തി എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുക, പറഞ്ഞതിന് തന്നെ വീണ്ടും പറയുക. നോക്കൂ, അജഗജാന്തരം എന്ന് പറഞ്ഞാൽ മതി. അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അജം ആട്, ഗജം ആന. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. അർത്ഥം അവിടെ പൂർണ്ണമായി കഴിഞ്ഞു. പിന്നെ എന്തിനാ അജഗജാന്തര വ്യത്യാസം അല്ലെങ്കിൽ അജഗജാന്തര ഭേദം? ആ ഭേദം, വ്യത്യാസം എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചേർത്താൽ അത് പൗനരുക്ത്യ ദോഷമാണ്. ഗേറ്റ് വാതിൽക്കൽ ഒരാൾ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഒന്നുകിൽ ഗേറ്റ് എന്ന് പറയൂ, ഇംഗ്ലീഷിലെ വാക്കാണ് ഗേറ്റ്, അല്ലെങ്കിൽ വാതിൽ എന്ന് പറയൂ. ഗേറ്റ് വാതിൽക്കൽ ഒരാൾ വന്ന് നിൽക്കുന്നു. തൂൺ, പോസ്റ്റ്, അതെന്താണ്? ഒന്നിൽ തൂൺ എന്ന് പറയും, അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയും. നടു, സെന്റർ. നടുക്ക്, നടുവിൽ എന്ന് പറഞ്ഞാൽ തന്നെ മധ്യത്തിൽ നിന്നാണ്. പിന്നെ എന്തിനാണ് ഒരു സെന്ററും കൂടെ? ഇങ്ങനെ ഒരേ അർത്ഥമുള്ള വാക്കുകളെ ഒരു കാരണവുമില്ലാതെ ആവർത്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. ആ ഭാഷ വികലമോ വികൃതമോ ആയി മാറും. അതൊരു ദോഷമാണ്, സാഹിത്യത്തിലുള്ള ഒരു ദോഷമാണ്. അതുകൊണ്ട് നമുക്ക് അജഗജാന്തര വ്യത്യാസം, അജഗജാന്തര ഭേദം തുടങ്ങിയ പ്രയോഗങ്ങളെ ഒഴിവാക്കാം. അവയുടെ സ്ഥാനത്ത് അജഗജാന്തരം എന്ന് മാത്രം പ്രയോഗിക്കാം. അതാണ് ശരി. അപ്പൊ ഈ ആത്മാവും ജഡവും
അല്ലെങ്കിൽ ആത്മാവും അനാത്മാവും, ഈശ്വരനും പ്രപഞ്ചവും, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. ജഡപ്രപഞ്ചത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈശ്വരൻ ചൈതന്യ സ്വരൂപനുമാണ്. ഇങ്ങനെ ആത്മാവും അനാത്മാവും തമ്മിലുള്ളൊരു ഭേദം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിലുള്ള ഭേദം പോലെയാണ്. ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പോലെ ഒരു തരത്തിലും ചേർച്ചയോ അടുപ്പമോ ഇല്ലാത്തവയാണ് ഈ ആത്മാവും അനാത്മാവും. ആത്മാവ് ആകാശതുല്യം, അനാത്മാവനീസമം. ആത്മാവ് ആകാശത്തെ പോലെയാണ്. കാരണം വളരെ ശ്രേഷ്ഠമായതാണ്, ഉന്നതമായ നിലയിലുള്ളതാണ്. ജഡം ഇങ്ങ് താഴെ വളരെ മോശമാണ്. എന്തുകൊണ്ട്? ഉണ്ടായി നശിക്കുന്നു. അത് നീചം, നിന്ദ്യം. ഉണ്ടാകാതെ നശിക്കാതെ എന്നും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന തലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടതാണല്ലോ. അതുകൊണ്ട് ആത്മാവ് ആകാശതുല്യം, അനാത്മാ അവനീസമം. അവനി ഭൂമി. അനാത്മാ അഥവാ ജഡം ഭൂമിക്ക് തുല്യം, ആത്മാവോ ആകാശതുല്യം. വലിയ വ്യത്യാസമാണ് ഇവ രണ്ടിനും. ആത്മാനാത്മഭേദങ്ങൾ ഏവം എന്നറിയണം. ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലെയാണ് എന്ന് മനസ്സിലാക്കണം. ആനയും ആടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ, ആകാശവും ഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ, പുണ്യവും പാപവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ, അതുപോലെയൊക്കെയാണ് ഈ ആത്മാനാത്മാക്കൾ അഥവാ ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ശരി, ഈ ആത്മാവിനെ ആകാശത്തോട് ഉപമിച്ചാൽ ഒരു ദോഷം വന്നു ചേരും. ഈ ഉപമ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ മനസ്സിലാക്കി തരാനാണല്ലോ. ഏതാണ്ട് അതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് സാധാരണ ഈ ഉപമാലങ്കാരം പ്രയോഗിക്കുന്നത്. ആ ഉപമ കൊണ്ട് കാര്യത്തെ വ്യക്തമായി ബോധിപ്പിക്കാൻ കഴിയും. ഒന്നിന് ഒന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. ഇതാണ് ഉപമയുടെ ലക്ഷണം. മലയാളം വ്യാകരണം പഠിപ്പിക്കുകയാണെന്ന് ദയവായി വിചാരിക്കരുത്. അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. ഒന്നിന് ഒരു വസ്തുവിന് ഒന്നോട് സാദൃശ്യം, മറ്റൊന്നിനോട് പൊരുത്തം അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഉപമാലങ്കാരം. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാം അത്. ഇതും തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത്. മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പോലും, എല്ലാവരുമല്ല ചിലരെങ്കിലും, ഇത് തെറ്റായിട്ടാണ് പറയുന്നത്. ഒന്നിനൊന്നോട് സാദൃശ്യം എന്ന് പറയുന്നതിന് പകരം ഒന്നിനോടൊന്ന് സാദൃശ്യം എന്നാണ് പലരും പറയുക. ഒന്നിനോട് ഒന്ന് സാദൃശ്യം പറയാൻ പറ്റില്ല. ഒന്നിന് ഒന്നോട് സാദൃശ്യം മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഒന്നിനോടൊന്ന് സാദൃശ്യമല്ല, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ആത്മാവിനെ ആകാശതുല്യം എന്ന് പറഞ്ഞാൽ അതിലൊരു ദോഷമുണ്ട്. എന്താണ്? ആകാശത്തിന് കൊണ്ടിട്ട് ആത്മാവ് ആകാശം പോലെങ്കിലും ഗുണവാനല്ല താനും. ആകാശത്തിന് ആത്മസദൃശങ്ങളായ ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ആത്മാവിനും ആകാശത്തിനും പല കാര്യങ്ങളിലും ചേർച്ച, പൊരുത്തം ഉണ്ടെങ്കിലും ആകാശം പോലെയാണ് എല്ലാ അർത്ഥത്തിലും ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. എവിടെയാ ഈ ചേർച്ചയില്ലായ്മ എന്ന് ചോദിച്ചാൽ, ആകാശത്തിനു കൊണ്ടിട്ട്. ആകാശത്തിന് ഗുണമുണ്ട്. ആകാശത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ് ആകാശത്തിന്റെ ഗുണം. പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകളിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത്. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ ഇവയാണ് പഞ്ചതന്മാത്രകൾ. ഇവയിൽ നിന്നും യഥാക്രമം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ആകാശം ശബ്ദാത്മകമാണ്. ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഈ മുകളിൽ കാണുന്ന നീലാകാശമല്ല. സ്പേസ് എന്നത്, ആ സ്പേസിന്റെ ഒരു സവിശേഷതയാണ് ശബ്ദം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് എന്താണ് ഇതുകൊണ്ട് ആചാര്യന്മാരും വേദാന്ത ശാസ്ത്രവും അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ആകാശത്തിന്റെ ഗുണം ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം നമ്മൾ സാധാരണ കേൾക്കുന്നത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും വണ്ടിയുടെയും മനുഷ്യരുടെ സംഭാഷണങ്ങളുടെയും എല്ലാം, ഇതെല്ലാം ശബ്ദമാണല്ലോ. ശബ്ദബീജികൾ, ശബ്ദതരംഗങ്ങളാണ്. ഈ ശബ്ദം എങ്ങനെ ആകാശത്തിന്റെ ഗുണമാകും എന്ന് ചോദിച്ചാൽ, ആദ്യമായി ഒരു കാര്യം പറയാൻ
ആഗ്രഹിക്കുന്നത് ശബ്ദം സഞ്ചരിക്കാൻ, ശബ്ദവീചികൾ പ്രസരിക്കാൻ ആകാശം കൂടിയേ തീരും. ആകാശമില്ലാത്തടത്ത് ശബ്ദം ഉണ്ടാവില്ല. ആകാശം എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് എല്ലായിടത്തും ശബ്ദമുണ്ട് എന്ന് തന്നെ പറയണം. പക്ഷേ ചന്ദ്രനെ പോലെയുള്ള ഗ്രഹങ്ങളിൽ അന്തരീക്ഷമില്ല എന്ന് പറഞ്ഞാൽ വായു ഇല്ല. വായു ഇല്ലാത്തത് കൊണ്ട് ശബ്ദം കേൾക്കാനും പറ്റില്ല. ആകാശം ഉണ്ടല്ലോ, ആകാശത്തിന്റെ ഗുണമാണല്ലോ ശബ്ദം, പിന്നെ എന്തുകൊണ്ട് ആ ശബ്ദം കേൾക്കുന്നില്ല? ആ അർത്ഥത്തിലല്ല പറയുന്നത്. സാധാരണ നമ്മുടെ ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ വായു എന്ന മാധ്യമം വേണം. വായു അല്ല, ഏതെങ്കിലും ഒരു മാധ്യമം വേണം. ഒരു മാധ്യമം അല്ലെങ്കിൽ മീഡിയത്തിലൂടെ മാത്രമേ ശബ്ദ തരംഗങ്ങൾ പ്രസരിക്കൂ. മാധ്യമം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വായു ഒരു മാധ്യമമാണ്. ആകാശം എന്ന് നമ്മൾ പറയുമ്പോഴും ആകാശത്തിലൂടെ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ വായുവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വായുവിൻ്റെയും അധിഷ്ഠാനമായ ആ നിർമ്മലമായ ശുദ്ധ ആകാശത്തെ അല്ല. അപ്പോൾ വായു ഒരു മാധ്യമമാണ്, പിന്നെ ജലം ഒരു മാധ്യമമാണ്, ലോഹങ്ങൾ മാധ്യമങ്ങളാണ്. ഇവയിലെല്ലാറ്റിലൂടെയും ശബ്ദം സഞ്ചരിക്കും, പ്രസരിക്കും. അപ്പൊ ഈ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആകാശം അനന്തമാണ്, വ്യാപിച്ചു കിടക്കുന്നതാണ്. പക്ഷേ ആ ആകാശത്തിന്റെ ഗുണമായ ശബ്ദം അറിയപ്പെടണമെങ്കിൽ അത് ഇങ്ങനെ തുറസായ ഒരു ആകാശമായാൽ പോരാ, ക്ലോസ്ഡ് സ്പേസ് ആവണം, അടഞ്ഞ ആകാശം. ഏതെങ്കിലും മാധ്യമം ഈ ആകാശത്തെ ആവരണം ചെയ്താൽ, അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉള്ളിൽ ഈ ആകാശം അടയ്ക്കപ്പെട്ടാൽ, ഈ ആകാശത്തെ പരിമിതമാക്കിയാൽ ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ് എന്നുള്ളത് നമുക്ക് അനുഭവിക്കാറാണ്. രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, നമ്മുടെ രണ്ട് ചെവികളുണ്ടല്ലോ, ഈ ചെവിയിലെ ദ്വാരങ്ങളെ, വലത് ചെവിയിലുള്ള ദ്വാരത്തെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ടും ഇടത് ചെവിയിലെ ദ്വാരത്തെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ടും പൂർണ്ണമായി അടയ്ക്കുക. അതായത് പുറമേ നിന്ന് അല്പം പോലും ഒരു ശബ്ദവും കേൾക്കാത്ത രീതിയിൽ പൂർണ്ണമായി കവർ ചെയ്യുക. പുറത്തുനിന്നുള്ള ഒന്നും ഒരു ശബ്ദതരംഗവും ഉള്ളിൽ പ്രവേശിക്കാത്ത വിധം നല്ല പോലെ അടച്ചു പിടിക്കുക രണ്ട് ചെവികളെ. അങ്ങനെ അടച്ചു പിടിച്ചാൽ ഒന്നും കേൾക്കാതെയല്ലേ ഇരിക്കുക. കാരണം ഒരു ശബ്ദവും വരുന്നില്ലല്ലോ പുറത്തുനിന്ന്. കംപ്ലീറ്റ് സീൽ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ ചെവിയുടെ രണ്ട് ദ്വാരങ്ങളെയും അടച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിശബ്ദതയല്ല അനുഭവിക്കാൻ കഴിയുക, മറിച്ച് ഒരു മുഴക്കമാണ് നിങ്ങൾ കേൾക്കുക. മുഴക്കം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ഞാൻ പറഞ്ഞ ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കൂ. രണ്ട് ചെവിയും വിരല് കൊണ്ട് അടച്ചിട്ട് എന്താണ് ഉള്ളിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മുഴക്കം. ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു? അത് വയറിനകത്ത് നിന്ന് വരുന്ന ശബ്ദമല്ല, ഒരു മുഴക്കം. ഇതാണ് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് എവിടെ നിന്നും വരുന്നതല്ല, ശരീരത്തിനകത്തുള്ള ആ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന രണ്ട് സുഷിരങ്ങൾ, ഈ ചെവിക്കകത്തുള്ള സുഷിരങ്ങളാണല്ലോ, അതിന് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു ക്ലോസ്ഡ് സ്പേസ്, പൂർണ്ണമായി അടയ്ക്കപ്പെട്ട ഒരാകാശം സംജാതമാവുകയും ആ ആകാശത്തിന്റെ സ്വതസിദ്ധമായ ഗുണമായ ശബ്ദം കേൾക്കാൻ കഴിയുകയും ചെയ്യും. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. അമ്പലത്തിലെ പൂജയ്ക്കും ദീപാരാധനയ്ക്കുമൊക്കെ ശംഖ് വിളിക്കാറുണ്ടല്ലോ. ഈ ശംഖിനെ എടുത്ത് ചെവിയിൽ വെച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഈ ശംഖ് എടുത്ത് ചെവിയോടുകൂടെ ചേർത്ത് വെച്ച് എന്തെങ്കിലും അതിനകത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒരു മുഴക്കം. ആ ശംഖിൽ ദോഷമൊന്നുമില്ലെങ്കിൽ മാത്രമേ ഈ മുഴക്കം കേൾക്കൂ. അകത്ത് എന്തെങ്കിലും ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ, ഒരു നേരിയ തലനാരിഴ വലിപ്പത്തിലുള്ള പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ശബ്ദവും കേൾക്കില്ല. അല്ല, നല്ല ലക്ഷണമൊത്ത ഒരു ന്യൂനതകളും ഇല്ലാത്ത ശംഖാണെങ്കിൽ അത് ചെവിയോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു മുഴക്കം നിങ്ങൾക്ക് കേൾക്കും. അതും ഈ ക്ലോസ്ഡ് സ്പേസ് കൊണ്ട് അനുഭവപ്പെടുന്ന ശബ്ദമാണ്. ഇനി ഇതൊന്നും വേണ്ട, ടിന്നുണ്ടല്ലോ, പാൽപ്പൊടിയും മറ്റും വരുന്ന ടിൻ, അല്ലെങ്കിൽ എണ്ണയോ മറ്റോ വരുന്ന ടിൻ. ആ ടിന്നിന് അതിൻ്റെ ഒരറ്റത്തായിരിക്കുമല്ലോ നമ്മൾ ആദ്യം ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ആ എണ്ണയോ അല്ലെങ്കിൽ അകത്തുള്ള പദാർത്ഥങ്ങളോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആ ചെറിയ ദ്വാരത്തെ
ചെവിയോടുകൂടെ ചേർത്ത് പിടിച്ച് ആ ദ്വാരവും പൂർണ്ണമായി അടഞ്ഞു പോകുന്ന രീതിയിൽ ചെവിയുടെ സമീപത്ത് ചേർത്ത് വെച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം ഒരു മുഴക്കം. ഇതാണ് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം എന്ന് പറയുന്നതിന്റെ പൊരുൾ. അത് നമുക്ക് ഞാൻ പറഞ്ഞ ഈ 1-2 പരീക്ഷണങ്ങൾ സ്വയം ചെയ്ത് ഇതിൽ എന്തെങ്കിലും സത്യത്വമുണ്ടോ എന്ന് ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോ ആകാശം പോലെയാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാലും ആകാശത്തിന് ശബ്ദം എന്ന ഒരു ഗുണമുണ്ട്. ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ്. എന്നാൽ ഈ ആത്മാവാകട്ടെ നിർഗുണനാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഈ 5 എണ്ണത്തിൽ ഒന്നുപോലും ആത്മാവിലില്ല, ആത്മാവിനില്ല. അത് നിർഗുണമായ സത്യമാണ്. അതാണ് പറയുന്നത്, ആകാശത്തിനു ഗുണമുണ്ടാക കൊണ്ടിട്ട് ആത്മാവ് ആകാശം പോലെങ്കിലും. ആകാശം പോലെയാണ് ആത്മാവ് എന്ന് പറഞ്ഞാലും ആകാശത്തിന് ശബ്ദമെന്നുള്ള ഗുണമുണ്ട്, ആത്മാവിന് ഒരു ഗുണങ്ങളുമില്ല, ഗുണവാനല്ലതാനും. ഒരു പ്രകൃതി ഗുണങ്ങളും ആത്മാവിലില്ല. കാരണം അത് പ്രകൃതിക്ക് അതീതമായ സത്യമാണ്. എന്താണ് ആ ആത്മാവ്? നിർഗുണൻ നിരഞ്ജനൻ നിഷ്കളൻ നിരാമയൻ മുഗുണഹീനൻ മായാരഹിതൻ പരബ്രഹ്മം സച്ചിദാനന്ദ സ്വരൂപൻ സനാതനൻ പരൻ അച്യുതനഖണ്ഡന വ്യക്തനാദ്യന്തഹീനൻ സത്യജ്ഞാനാത്മാ പരമാത്മാ സർവാത്മാവാത്മാ നിത്യനദ്വയനെന്നു ബോധിക്ക വഴി പോലെ. കുറേയേറെ വിശേഷണ പദങ്ങൾ കൊണ്ട് ഈ ആത്മസ്വരൂപത്തെ വ്യക്തമാക്കി തരികയാണ്. ആകാശത്തെ പോലെ ഗുണമുള്ളതല്ല, ഗുണവാനല്ല ഈ ആത്മാവ്. പ്രകൃതി ഗുണങ്ങൾ ആത്മാവിലില്ല. ആത്മാവിന്റെ തനതായ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദമാണ്. അതുണ്ട്. പ്രകൃതി ഗുണങ്ങൾ, മായാഗുണങ്ങൾ ആത്മാവിലില്ല എന്നതാണ് നിർഗുണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർഗുണൻ നിരഞ്ജനൻ, ഒരു കളങ്കവും ഇല്ലാത്തവൻ, നിഷ്കളൻ, അംശങ്ങളില്ലാത്തവൻ, കലകളില്ലാത്തവൻ, നിരാമയൻ, ഒരു തരത്തിലുള്ള വ്യയവുമില്ലാത്തവൻ, അസുഖം ജീർണത തുടങ്ങിയ ഒന്നും ഈ ആത്മാവിനെ യേശുന്നില്ല. മുഗുണഹീനൻ, ത്രിഗുണങ്ങൾക്കതീതൻ, മായാരഹിതൻ. മായ ആത്മാവിന്റെ ശക്തിയാണെങ്കിലും ആത്മാവിൽ ഈ മായ ഒരു തരത്തിലും സ്വാധീനം ചെലുത്തുന്നില്ല. അതുകൊണ്ട് മായയ്ക്ക് അതീതൻ, പരബ്രഹ്മം, അതിമഹത്തായത്, ബൃഹത്തായത് എന്നാണ് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വലുത്. എത്ര വലുത്? ഭാവന ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വലുത്. ആകാശം തന്നെ എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാളും മഹത്താണ് ഈ ആത്മാവ്, പരബ്രഹ്മം, സച്ചിദാനന്ദ സ്വരൂപൻ, സത്ത് ചിത്ത് ആനന്ദം സ്വരൂപമായിട്ടുള്ളവൻ, സനാതനൻ, നാശമില്ലാത്തവൻ, പരൻ, ഈശ്വരൻ, എല്ലാറ്റിനും മേലെയുള്ളവൻ, എല്ലാറ്റിനെയും അതിക്രമിച്ചവൻ, എല്ലാറ്റിനും മുകളിലുള്ളവൻ, അച്യുതൻ, തന്റെ സ്വരൂപത്തിൽ നിന്ന് താഴേക്ക് പതിക്കാത്തവൻ, അഖണ്ഡൻ, അംശങ്ങളില്ലാത്തവൻ, ഒന്നായിരിക്കുന്നവൻ, ഏകനായിരിക്കുന്നവൻ, വിഭജിക്കാൻ കഴിയാത്തവൻ, അവ്യക്തൻ, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വ്യക്തമാകാത്തവൻ, ഈ ഉപകരണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവൻ, ആദ്യന്തഹീനൻ, ആദിയമന്തവും ഇല്ലാത്തവൻ, സത്യജ്ഞാന ആത്മാ, ഉണ്മ സ്വരൂപമായിട്ടുള്ളവൻ, അറിവ് സ്വരൂപമായിട്ടുള്ളവൻ, എല്ലാറ്റിൻ്റെയും അന്തരാത്മാവായിരിക്കുന്നവൻ. എല്ലാം ഉള്ളതാവുന്നത് ഈ ആത്മസാന്നിധ്യത്തിലാണ്. ഇതുണ്ടെങ്കിലേ മറ്റെന്തുമുള്ളൂ. എന്നാൽ മറ്റൊന്നുമില്ലെങ്കിലും ഇതുണ്ട്. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ളത്, ഇതാണ് സത്യം. മറ്റുള്ളതെല്ലാം അസത്യം, മിഥ്യ. പരമാത്മാ, ജീവാത്മാവ് എന്ന് പറയുമ്പോഴാണ് പരമാത്മാവ് എന്ന് പറയേണ്ടി വരുന്നത്. രണ്ടും അടിസ്ഥാനപരമായി ഒന്നാണെങ്കിലും ജീവാത്മാവ് ബുദ്ധിയിലെ പ്രതിഫലനമാണ്, ബ്രഹ്മത്തിന്റെ പ്രതിഫലനമാണ്, ബുദ്ധിയിലുള്ള പ്രതിഫലനമാണ് ജീവൻ. അത് മിഥ്യയാണ്, കാരണം പ്രതിഫലനമായതുകൊണ്ട് തന്നെ. എന്നാൽ ബിംബഭൂതമായ പരമാത്മാവ് പ്രതിഫലനമല്ല, അത് സദ്വസ്തുവാണ്. അതുകൊണ്ട് അതിനെ പരമാത്മാവ് എന്ന് പേര് പറഞ്ഞ് വിളിച്ചു. ആത്മാവെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ജീവാത്മാവും പരമാത്മാവും, ജീവാത്മാവ് എന്നുള്ള ഒന്നിനെ ശാസ്ത്രങ്ങൾ പറയുന്നത് കൊണ്ട് ഇതിനെ പരമാത്മാവ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
വാസ്തവത്തിൽ അത് ജീവാത്മാവും പരമാത്മാവുമല്ല, സർവാത്മാ, എല്ലാറ്റിൻ്റെയും ആത്മാവായി തീർന്നിരിക്കുന്നത്. എല്ലാറ്റിലും ഉള്ള സത്ത്, എല്ലാറ്റിൻ്റെയും സാരം, കഴമ്പ്, യഥാർത്ഥത്തിൽ അതുണ്ടെങ്കിലേ മറ്റെന്തും ഉള്ളൂ. അത് പ്രകാശിപ്പിച്ചാലേ എന്തും ഉള്ളതായി തീരും. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഹൃദയമല്ലേ അത്? എല്ലാറ്റിൻ്റെയും ആത്മാവല്ലേ? അതാണ് സർവാത്മാവ് എന്ന് പറഞ്ഞത്. ആത്മാ. ഇനി ആത്മാവ് എന്ന് മാത്രം പറഞ്ഞാലും മതി. നിത്യൻ, നാശമില്ലാത്തവൻ, അദ്വയൻ, രണ്ടില്ലാത്തവൻ. അദ്ദേഹം എന്നും ഏകനാണ്, ഒറ്റയ്ക്കാണ്. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് ബോറടിക്കുന്നുമില്ല, ഭയം തോന്നുന്നുമില്ല. കാരണം പൂർണ്ണ വസ്തുവാണ്. മറ്റൊന്നുണ്ടെങ്കിലാണ് നമുക്ക് ഭയം ഉണ്ടാവുക. ബോറടിക്കാത്തതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ, മനസ്സാണ് ഈ ബോറടിയെ ഉണ്ടാക്കുന്നത്. എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനസ്സിന് ബോറടിക്കുന്നത് കൊണ്ടാണ്. ആത്മാവ് മനസ്സിനപ്പുറത്തുള്ള സത്യമായതുകൊണ്ട് എത്ര കാലം ഒറ്റയ്ക്കിരുന്നാലും ആത്മാവിൽ ഈ ബോറടി, മുഷിപ്പ് എന്നുള്ളത് ബാധിക്കുന്നില്ല. അതുപോലെ ഭയവുമില്ല. ദ്വിതീയാത്വൈ ഭയം ഭവതി. താനല്ലാത്ത മറ്റൊന്നിനെയാണ് മനുഷ്യർ എന്നും ഭയപ്പെടുക. ആർക്കും അവനവന് ഭയമില്ല, ഭയം ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയാ എനിക്ക് ഭയം ഉണ്ടാക്കുന്നത്? എനിക്ക് എന്നെ തന്നെ ഭയമാണ് എന്ന് ആരെങ്കിലും പറയുമോ? അതിലർത്ഥമില്ല. മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊന്നിനെയാണ് നമ്മൾ സാധാരണ ഭയപ്പെടുന്നത്. ഈ മറ്റൊന്ന് ആത്മാവിൽ ഇല്ലാത്തത് കൊണ്ട് ഭയത്തിനും സ്ഥാനമില്ല. നിത്യൻ അദ്വയനെന്ന് ബോധിക്കുക, അറിഞ്ഞോളൂ, വഴി പോലെ. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ആത്മാവ് എന്താണ് എന്ന് മനസ്സിലാവും എന്നല്ല. ഇങ്ങനെയൊക്കെയാണ് ആത്മാവിനെ ശാസ്ത്രങ്ങൾ വിവരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പൊരുൾ വഴി പോലെ ബോധിക്കുക. ക്രമത്തിൽ നമ്മൾ ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും. അങ്ങനെ പടിപ്പടിയായി ആത്മതത്വത്തെ മനസ്സിലാക്കിക്കോളൂ, അറിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. സാരം വായിക്കാം. ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഭേദം ഭൂമിയും ആകാശവും തമ്മിലുള്ളത് പോലെയാണ്. ആത്മാവ് ആകാശത്തിന് തുല്യവും അനാത്മാവ് ഭൂമിക്ക് തുല്യവുമാണ്. ആത്മാവിനെയും അനാത്മാവിനെയും പറ്റി അറിഞ്ഞുകൊള്ളുക. ആകാശത്തിന് ഗുണമുണ്ട് എന്നതിനാൽ ആത്മാവ് ആകാശം പോലെ കാണപ്പെടുമെങ്കിലും ഗുണവാനല്ല എന്നറിയണം. ആത്മാവ് നിർഗുണനാണ്, നിരഞ്ജനനാണ്, നിഷ്കളനാണ്, നിരാമയനാണ്. 3 ഗുണങ്ങൾക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. ആ പരബ്രഹ്മം മായാരഹിതനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, സനാതനനാണ്, നാശമില്ലാത്തവനാണ്, അഖണ്ഡനാണ്, അവ്യക്തനാണ്, ആദിമന്തവും ഇല്ലാത്തവനാണ്, സത്യജ്ഞാനാത്മാവാണ്, സർവാത്മാവാണ്, നിത്യനാണ്, അദ്വയനാണ്. ഇത്രയും പറഞ്ഞിട്ടും നമുക്ക് അതെന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം അത് അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. ഈ വാക്കുകളൊന്നും അതിനെ പൂർണ്ണമായും വിവരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്രകാരം വഴി പോലെ നീ പരമാത്മാവിനെ അറിയുക. ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുമ്പോൾ ഈ പറഞ്ഞ ഓരോ വാക്കിലും എത്ര കണ്ട് അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നിനക്ക് വഴിയേ അറിയാറാവും കുഞ്ഞേ എന്നാണ് ആ സ്ത്രീരത്നത്തോട് ആചാര്യൻ പറയുന്നത്. ഇനി എന്തു പറയുന്നു നോക്കാം. അവനീ സമമാകും അനാത്മാവജ്ഞാനമായി അനൃത ജഡ ദുഃഖ മോഹാന്ധകാരങ്ങളായി ഗോഷ്ഠം ഗോപുരം മഠം മണ്ഡപം ഗൃഹങ്ങളും ക്ഷേത്രങ്ങൾ ഘടശരാവാദിഭണ്ഡങ്ങളേവം ധാത്രിമണ്ഡലമൊന്നാകുന്നതെങ്കിലും അതിൽ പേർത്തു നാമങ്ങൾ പലതിങ്ങനെ ചൊല്ലും പോലെ ആത്മാവല്ലാതെയുള്ള കാര്യമാമനാത്മാവും ആത്മതുല്യമായി പലതായിട്ടു ഭവിക്കുന്നു. അവനീ സമമാകും അനാത്മാവ് അജ്ഞാനമായി അനൃത ജഡ ദുഃഖ മോഹാന്ധകാരങ്ങളായി. അവനീ സമമാകും അനാത്മാവജ്ഞാനമായി അനൃത ജഡ ദുഃഖ മോഹാന്ധകാരങ്ങളായി. അവനിയെപ്പോലെ, ഭൂമിയെപ്പോലെയാണ്, വളരെ താഴേക്കിടയിലുള്ളതാണ് ഈ അനാത്മാവ്, ജഡം.
എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ജഡം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജീവനില്ലാത്ത വസ്തുക്കൾ, കല്ല്, മണ്ണ്, തടി. ഏതിൽ ജീവന്റെ തുടിപ്പില്ലയോ, പ്രാണസ്പന്ദനം ഏതൊന്നിലില്ലയോ, അതിനെയാണ് നമ്മൾ സാധാരണ അചേതന വസ്തുക്കൾ, ജഡങ്ങൾ എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അജ്ഞാനം, ജ്ഞാനമല്ല, അനാത്മാവ്. എന്താണ് ഈ അനാത്മാവ് എന്ന് പറഞ്ഞാൽ? ജഡം. ജഡത്തിന് പല തലങ്ങളുണ്ട്. അതിസൂക്ഷ്മങ്ങളായ ജഡങ്ങളുണ്ട്, സൂക്ഷ്മങ്ങളായ ജഡങ്ങളുണ്ട്, സ്ഥൂലങ്ങളായ ജഡങ്ങളുണ്ട്, അതിസ്ഥൂലങ്ങളായ ജഡങ്ങളുമുണ്ട്. ഇങ്ങനെ പല ഘട്ടത്തിലും ജഡങ്ങൾ പ്രകടമാകുന്നു. ഈ ജഡപ്രകടനത്തിന് കാരണമായ ബ്രഹ്മശക്തിയെയാണ് മായ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ആത്മാവ്, അനാത്മാവ് എങ്ങനെയൊക്കെ പ്രകടമാകുന്നു? ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദത്തെയാണ് ഈ ശീർഷകത്തിൽ വർണ്ണിക്കുന്നത്. അത് എപ്പോഴും സ്മരണയിൽ സൂക്ഷിക്കുക. ഈ അനാത്മാവ് അജ്ഞാനമായി, ആദ്യമായി ഈ അനാത്മാവ് പ്രകടമാകുന്നത് അജ്ഞാനമായിട്ടാണ്, അവിദ്യയായിട്ടാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലെയാണ്. ആത്മാവിനെ അറിയാതിരിക്കുന്ന നില, എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും സ്വയം പ്രകാശകവുമായ ഉണ്മയെ നാം അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ ഈ അവിദ്യ തന്നെ കാരണം. ഈ അവിദ്യയാണ് അനാത്മാവിന്റെ ആദ്യത്തെ പ്രകടനം. അത് വളരെ 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 സൂക്ഷ്മമാണ്. അത്യന്തം സൂക്ഷ്മമായ ജഡമാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. അങ്ങനെ ആദ്യത്തെ പ്രകടനം അജ്ഞാനം, അതാണ് അനാത്മാവിന്റെ ആദ്യ പ്രകടനം. പിന്നെ അനൃത ജഡ ദുഃഖ മോഹാന്ധകാരങ്ങളായി, അജ്ഞാനം കൊണ്ടാണ് ജഡം സത്യം എന്ന പോലെ തോന്നുന്നത്. അതാണ് അനൃത ജഡം. അനൃതം കള്ളം, അസത്യം. ഈ ജഡം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ അജ്ഞാനം കാരണമായിട്ട് ആത്മാവിനെ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ട് അനൃതമായ ജഡം സത്യമെന്ന പോലെ തോന്നുന്നു. അപ്പോ ഈ ബാഹ്യ ജഡങ്ങളെല്ലാം തന്നെ അജ്ഞാനത്തിന്റെ ഒരു വകഭേദമാണ്. ഉള്ളിലുള്ള അജ്ഞാന പ്രകടനം, ഉള്ളിലുള്ള അനാത്മ പ്രകടനമാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനം കാരണമായി പുറമേയുള്ള പദാർത്ഥങ്ങൾ, ജഡങ്ങൾ സത്യമാണ് എന്ന് തോന്നുകയും അവ തന്നെ സുഖിപ്പിക്കും എന്ന് മോഹിച്ച് അവയുടെ പുറകെ പോയി അവസാനം ദുഃഖം മുതലും പലിശയുമായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ജഡത്തിന്റെ പുറകെ പോകുന്നവർക്ക് ഇതാണ് ഫലം. ഇല്ലാത്തതാണ്. ഇല്ലാത്തത് എങ്ങനെ സുഖിപ്പിക്കും നമ്മളെ? അനൃത ജഡമാണ്. ആ അനൃത ജഡം ദുഃഖത്തിന് കാരണമാകും. ഈ അനൃത ജഡവും അവയിൽ നിന്നുണ്ടാവുന്ന, അവയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുഃഖവും, അതുപോലെ മോഹം. മോഹം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭ്രമം, സത്യത്തെ അറിയാതെ ഇന്ദ്രിയങ്ങളും മനസ്സും കാണിച്ചു തരുന്നതിനെ ഉണ്മ എന്ന് കരുതി ജീവിക്കുന്നത്, അതാണ് മോഹം. അത് തന്നെയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ഇതെല്ലാം ഓരോ തരത്തിലുള്ള ഇരുട്ടാണ് എന്നാണ് പറയുന്നത്. അന്ധകാരങ്ങളായി അജ്ഞാനം, തദ്ഫലമായി ഇല്ലാത്ത ജഡം സത്യമാണ് എന്ന് തോന്നുക, അനൃത ജഡം. ആ ജഡങ്ങളെ ആശ്രയിച്ച് ദുഃഖങ്ങൾ ഉണ്ടാവുക, മോഹം. ഇതെല്ലാം തന്നെ അന്ധകാരങ്ങളാണ്. ഇതെല്ലാം അനാത്മാവിന്റെ പ്രകടനങ്ങളാണ്, ജഡത്തിന്റെ ഓരോ വകഭേദങ്ങൾ. ഇപ്പൊ ജഡം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കല്ലും കട്ടയും മണ്ണും അങ്ങനെയുള്ള വസ്തുക്കൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. അജ്ഞാനം മുതൽ തുടങ്ങുന്നു അനാത്മാവിന്റെ പ്രകടനങ്ങൾ. ഇതെങ്ങനെയാ ഒന്ന് തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നത്? പല വിഭാഗങ്ങൾ ഒന്ന് തന്നെ. അനാത്മാവ് തന്നെയാണ് ഈ പറഞ്ഞവയെല്ലാം. അതെങ്ങനെ ഒന്ന് പല പേരിൽ പല തരത്തിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് വിരോധമില്ല എന്നാണ്. അതിന് ഒരു ഉദാഹരണം പറയുകയാണ്. ഗോഷ്ഠം, ഗോപുരം, മഠം, മണ്ഡപം, ഗൃഹങ്ങളും, ക്ഷേത്രങ്ങൾ, ഘടശരാവാദി ഭാണ്ഡങ്ങളേവം. നമ്മൾ ഈ ലോകത്തിൽ ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഗോഷ്ഠം, ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ പശുത്തൊഴുത്ത്, കന്നുകാലികളെയും മറ്റും സംരക്ഷിക്കുന്നതിനായി മനുഷ്യർ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡ്, ഒരു സ്ഥലം. മഴ പെയ്താൽ മഴ നനയാതെ പാവങ്ങൾക്ക് കിടക്കണമല്ലോ. അതുപോലെ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് ആ വെയിൽ പുറത്തേൽക്കാതിരിക്കാനും ഈ വെയിൽ, മഴ, മഞ്ഞ് തുടങ്ങിയവയിൽ നിന്ന് ഈ കന്നുകാലികളെയും അതുപോലെ ആടുമാടുകളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന ഒരു മുറിയോ ഒരു ഷെഡോ ആണ് വാസ്തവത്തിൽ ഈ തൊഴുത്ത്, പശുത്തൊഴുത്ത് എന്ന് പറയുന്നത്. കുതിരകളെ കെട്ടിയിടുന്ന സ്ഥലത്തിന് കുതിരത്തൊഴുത്ത് എന്നല്ല പറയുക, അതിന് ലായം എന്നാണ് പറയുക. കുതിര ലായം. പശു ലായം എന്ന് പറയാറില്ല, പശുത്തൊഴുത്ത്.
പിന്നെ ആനകളെയും മറ്റും ഇങ്ങനെ കൂട്ടത്തോടെ ഒന്നും നമ്മൾ കെട്ടിയിടാറില്ല. അവയെ ഏതെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലോ വൃക്ഷങ്ങളുമായിട്ടോ മറ്റോ ബന്ധിച്ച് നിർത്തും. ആനയ്ക്കൊക്കെ വീടുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഭീമാകാരമായ ജീവിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കി അതിനകത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള പണച്ചെലവുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ കുതിര, ആട്, മാട്, കോഴി, താറാവ് ഇങ്ങനെയുള്ള പക്ഷികളെയും മറ്റുമൊക്കെയാണ് സംരക്ഷിക്കാനായിട്ട് ഓരോ കൂടോ തൊഴുത്തോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ പശു തൊഴുത്ത് എന്നാണ് അർത്ഥം. ഗോവ് എന്ന് പറഞ്ഞാൽ പശുവാണല്ലോ. ഗോഷ്ഠം, ഗോപുരം. ഗോപുരത്തിന് പശുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗോപുരം, അമ്പലത്തിലെ ഗോപുരം നല്ല പൊക്കത്തിൽ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ക്ഷേത്ര ഗോപുരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗോഷ്ഠം എന്ന് നമ്മൾ പറയുന്നു. ഗോപുരം എന്ന് പേര് വിളിക്കുന്നു. മഠം, വീട്. മഠം എന്ന് പറഞ്ഞാൽ സാധാരണ ബ്രാഹ്മണ ഭവനങ്ങൾക്കാണ് മഠം എന്ന് പറയുക. പിന്നെ സന്യാസിമാരുടെ അതുപോലെ മുനിമാരുടെ ഒക്കെ ഭവനങ്ങളെയും നമുക്ക് മഠം എന്ന് വിളിക്കാം. ശ്രീരാമകൃഷ്ണ മഠം, ശങ്കര മഠം, പവിത്രമായ സ്ഥാനം എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ മഠം എന്ന് നമ്മൾ പറയാറുണ്ട്. മണ്ഡപം, കല്യാണ മണ്ഡപം എന്നൊക്കെ പറയാറില്ലേ? പ്രധാനമായും മണ്ഡപം എന്നുള്ളത് ഈ മാരേജ് ഹാൾ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. പിന്നെ ഗൃഹം, വീട് എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കാൻ തെറ്റില്ല. പക്ഷെ ക്ഷേത്രം എന്നുള്ളതിന് വയൽ എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. അപ്പോൾ വയലുകൾ. ഘട ശരാവാദി ഭാണ്ഡങ്ങളേവം. ഘടം, കുടം, ശരാവം എന്ന് പറഞ്ഞാൽ ഭിക്ഷാപാത്രം അല്ലെങ്കിൽ മൺചട്ടി എന്നാണ് അർത്ഥം. ഈ ശരാവം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് യോഗവാസിഷ്ടത്തിലെ അതിപ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. വരം ശരാവഹസ്തസ്യ ചാണ്ഡാലാകാരവീഥിഷു ഭിക്ഷാർത്ഥമടനം രാമ ന മൗഖ്യ ഹതജീവിതം. മൂഢനായി ഈ ലോകത്ത്, ഈ ഭൂമുഖത്ത് വാഴുന്നതിനേക്കാളും മെച്ചം, അതിനേക്കാളും മേലെ എന്ന് പറയുന്നത് ചണ്ടാലത്തെരുവിൽ പിച്ചച്ചട്ടിയും എടുത്ത് പിച്ചയെടുക്കുന്നതാണ്. അങ്ങനെ ചെയ്താലും വേണ്ടില്ല എൻ്റെ പൊന്നുരാമ, നീ മൂഢനായി ഈ ഭൂമുഖത്ത് കഴിയരുത്. അപ്പോൾ മൂഢനായി കഴിയുക, അജ്ഞാനിയായി കഴിയുക എന്ന് പറഞ്ഞാൽ ചണ്ടാലത്തെരുവിൽ ഭിക്ഷ എടുക്കുന്നത് മഹാമോശം. പിച്ചയെടുക്കുക, പിച്ചക്കാരനായി ജീവിക്കുകയരുത്. അതിലും ചണ്ടാലത്തെരുവിൽ ഭിക്ഷ എടുക്കുക എത്ര നിന്ദ്യമായ കർമ്മം. അങ്ങനെ ഈ മൂഢനായി കഴിയുന്നതിനേക്കാളും നല്ല പണി, അതിനേക്കാളും ബെസ്റ്റ് പണി എന്ന് പറയുന്നത് ചണ്ടാലത്തെരുവിൽ പിച്ചയെടുക്കുന്നതാണ്. നമ്മളാരും മൂഢന്മാരായി കഴിയരുത് എന്ന് ഇതിനേക്കാളും ഭംഗിയായി വേറെ ഏത് രീതിയിൽ പറയാൻ പറ്റും? അവിടെ ഈ ശരാവം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. മൺചട്ടി, പിച്ചച്ചട്ടി. ചട്ടി എന്ന് പറഞ്ഞാലും മതി, മൺചട്ടി തന്നെ. പണ്ടൊക്കെ മൺപാത്രങ്ങളായിരുന്നല്ലോ കൂടുതലും, പിന്നെയാണല്ലോ അലൂമിനിയവും സ്റ്റീലും ഒക്കെ വന്നത്. അപ്പൊ ഘടം, ശരാവം, കുടം, ശരാവം, ശരാവാദി ഭാണ്ഡങ്ങളേവം. അപ്പൊ ഈ കുടം, പിച്ചച്ചട്ടി, അതുപോലെയുള്ള മറ്റ് മൺപാത്രങ്ങൾ, ഇവയെല്ലാം മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണല്ലോ. അടിസ്ഥാനപരമായി മണ്ണ് തന്നെ. എന്നാലും നമ്മളിങ്ങനെ പ്രത്യേകം പേര് പറയുന്നില്ലേ? കുടം, പിച്ചച്ചട്ടി, ബൊമ്മക്കൊലു വെക്കാറില്ലേ? എല്ലാം മണ്ണല്ലേ? പുറത്ത് പല കളറിലുള്ള പെയിന്റും അടിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ ആ മണ്ണ് എന്നുള്ള അംശം മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒന്നിന് തന്നെ പല പേരുകൾ പറഞ്ഞ് നമ്മൾ വ്യവഹരിക്കാറുണ്ട്. ഇനി ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം പറയാം. ഗോഷ്ഠം, തൊഴുത്ത്. തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ മുകളിലൊരു തട്ടൊക്കെ ഇട്ട് ആസ്ബസ്റ്റോസ് ഷീറ്റോ മറ്റോ കൊണ്ട് ഇങ്ങനെ സ്ഥലത്തെ കെട്ടി അടയ്ക്കുക. തൊഴുത്തിനകത്ത് സ്ഥലമാണല്ലോ, അതും ഒരു തരത്തിലുള്ള ഒരു സ്ഥലം, ഇടമാണല്ലോ ഗോഷ്ഠം. ഇനി ഗോപുരം. ഗോപുരം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിലും ഇടം ഉണ്ട്, സ്പേസ് ഉണ്ട്. മഠം, വീട്, സന്യാസിമാരുടെയും മഠാധിപതികളുടെയും മഠം. അതിൻ്റെ അകത്തുകൊണ്ട് ഈ ആകാശം അല്ലെങ്കിൽ സ്ഥലം. മണ്ഡപം, മണ്ഡപങ്ങളുടെ ഉള്ളിലും ഈ ഇടം, സ്പേസ് അല്ലെങ്കിൽ സ്ഥലം ഉണ്ട്. ഗൃഹങ്ങൾ, വീട്ടിൻ്റെ ഉള്ളിലും ഈ സ്ഥലമുണ്ട്. ക്ഷേത്രങ്ങൾ, വയല് തുടങ്ങിയ തുറസായ സ്ഥലങ്ങൾ, ഓപ്പൺ സ്പേസ് ആണല്ലോ വയലെന്ന് പറയുന്നത്. ഇനി അമ്പലം എന്നുള്ള അർത്ഥം എടുത്താലും അമ്പലത്തിന്റെ ഉള്ളിലും സ്ഥലം, ഇടമുണ്ട്. അവിടെ സ്ഥലം ഉള്ളത് കൊണ്ടല്ലേ ആ സ്ഥലത്തിൽ ബിംബത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ആകാശമാണ്. ഒരേ ആകാശത്തെ തന്നെ പല
സ്ട്രക്ചറുകളായി പല ഭാവത്തിൽ നമ്മൾ കെട്ടി അടയ്ക്കുമ്പോൾ ഓരോ പേര് പറയും. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ ഗോഷ്ഠത്തിൻ്റെയും ഗോപുരത്തിൻ്റെയും മഠത്തിൻ്റെയും മണ്ഡപത്തിൻ്റെയും വീടുകളുടെയും വയലിൻ്റെയും ഒക്കെ ഉള്ളിൽ ഇതൊക്കെ സ്ഥലം തന്നെയാണ്, ഇടം, സ്പേസ്. എന്നാലും അതിൻ്റെ പുറമേയുള്ള ആകൃതിയെ നോക്കി ഏതുകൊണ്ടാണോ ഈ ആകാശത്തെ നാം കെട്ടി അടച്ചിരിക്കുന്നത് അതിനെ ആശ്രയിച്ച് നമ്മൾ പല പേര് പറയുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ഘടശരാവാദി ഭാണ്ഡങ്ങളേവം, കുടം, ചട്ടി, കലം, തവി, അടുപ്പ്, മണ്ണുകൊണ്ടുള്ള മറ്റു രൂപങ്ങൾ, ഇതെല്ലാം തന്നെ മണ്ണാണ്. ഇവയിലെല്ലാം പൊതുവായത് മണ്ണ എന്ന അംശമാണ്. എന്നാലും പേരുകൾ പലതും നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്തിനാണ്? ഒരു രൂപത്തെ മറ്റൊരു രൂപത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി. ഇതുപോലെ അനാത്മാവ് പലതരത്തിൽ പ്രകടമാകുന്നു. എല്ലാം അനാത്മാവ് തന്നെ, പക്ഷേ പല പേരുകൾ പറഞ്ഞു വിളിക്കുന്നു. ഓരോ പ്രകടനത്തിനും ഓരോ പേര്. ഇങ്ങനെ ഈ ഗോഷ്ഠം, ഗോപുരം, മഠം, മണ്ഡപം, ഗൃഹം, ക്ഷേത്രം, കുടം, ശരാവം അല്ലെങ്കിൽ മൺചട്ടി, ഇങ്ങനെ ഇതെല്ലാം ഈ ഭൂമുഖത്തുണ്ടെങ്കിലും ധാത്രീമണ്ഡലം ഒന്നാകുന്നു. അതെങ്കിലും ധാത്രീമണ്ഡലം, ഭൂമണ്ഡലം, ഭൂമി ഒന്നാണ്. അതിനെ നാം പല കഷണങ്ങളായി വിഭജിച്ച് എൻ്റെ സ്ഥലം, നിന്റെ സ്ഥലം, അതിർത്തി തിരിച്ച്, അതിര് തിരിച്ച് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും ഭൂമി എന്നും ഒന്നാണ്. ധാത്രീമണ്ഡലം ഒന്നാകുന്നതെങ്കിലും ഭൂമി ഒന്നാണെങ്കിലും അതിൽ ഇങ്ങനെ പല പല വ്യത്യാസങ്ങൾ നാം കൽപ്പിക്കുന്നു. അതിൽ പേർത്ത് നാമങ്ങൾ പലതിങ്ങനെ ചൊല്ലും പോലെ. ഈ പറഞ്ഞവയൊക്കെ ഗോഷ്ഠം, ഗോപുരം, മഠം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഭൂമിയിലുള്ളത് തന്നെയാണ്, ഭൂമി തന്നെയാണ്. ഇതെല്ലാം ഭൂമിയിലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ആണ്. അതൊക്കെ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തങ്ങളല്ല. എന്നാലും പേർത്ത് നാമങ്ങൾ പലതിങ്ങനെ ചൊല്ലും പോലെ അനേകം രീതിയിൽ വിവിധങ്ങളായി ഇവയ്ക്ക് നാമങ്ങൾ നാം കൽപ്പിക്കുന്നത് പോലെ ആത്മാവല്ലാതെയുള്ള കാര്യമാം അനാത്മാവും ആത്മതുല്യമായി പലതായിട്ട് ഭവിക്കുന്നു. ആത്മാവല്ലാത്തതിനെയാണ് അനാത്മാവ് അല്ലെങ്കിൽ ജഡം എന്ന് പറയുന്നത്. അതെല്ലാം കാര്യമാണ്. ആത്മാവ് കാരണവും അനാത്മാവ് കാര്യവുമാണ്. ഈ കാര്യമായ അനാത്മാവ് ആത്മതുല്യമായി ആത്മാവിനെ പോലെ പലതായിട്ട് ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആത്മാവിനെ പോലെ എന്ന് പറഞ്ഞാൽ ആത്മാവ് വാസ്തവത്തിൽ ഉള്ളതാണ്, സത്യമാണ്. ഈ ഇല്ലാത്ത ജഡങ്ങളും ആത്മാവിനെ പോലെ സത്യമാണ്, ഉള്ളതാണ് എന്ന് ഭ്രമം ഉണ്ടാക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ അനാത്മാവ് പലതായി മാറുന്നു, തന്നെ പലതായി വിഭജിക്കുന്നു. അതാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് അതൊക്കെ സത്യമാണ് എന്ന് ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് അനാത്മാവ്. മായയുടെ തമോ ഗുണം കൊണ്ടാണ് ഈ ജഡങ്ങൾ സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ഒന്ന് തന്നെ പലതരത്തിൽ മാറുന്നു, പലതായതുപോലെ തോന്നുന്നു, പല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. സാരം വായിക്കാം. ഭൂമിക്ക് സമമാണ് അനാത്മാവ്. അത് അജ്ഞാനത്താൽ ജഡ ദുഃഖ മോഹാന്ധകാരത്താൽ വലയുന്നു. ഗോശാല അഥവാ തൊഴുത്ത്, ഗോപുരം, മഠം, മണ്ഡപം, ഗൃഹങ്ങൾ, ക്ഷേത്രങ്ങൾ, കലകൾ, എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിന്റെ ഈ ലിസ്റ്റിൽ ചേർക്കാം. തുടങ്ങിയ ഭാണ്ഡങ്ങൾ ഭൂമണ്ഡലത്തിലെ വസ്തുക്കളാണെങ്കിലും ഇവയ്ക്കെല്ലാം പല നാമങ്ങൾ ഉണ്ടെങ്കിലും പലതായി പറയുന്നത് പോലെ ഇവയ്ക്ക് ആത്മാവില്ലാത്തത് കൊണ്ട് ഇവയൊക്കെ ജഡങ്ങളാണ്. ഈ പറഞ്ഞവയൊക്കെ അചേതനങ്ങളാണ്, ജഡപദാർത്ഥങ്ങളാണ്. ഇവയ്ക്ക് ആത്മാവില്ല, ഇവ ജീവനില്ലാത്തവയാണ്. അതുകൊണ്ട് അനാത്മാക്കളാണ് ഇവയെല്ലാം. ഈ അനാത്മാവ് ആത്മാവിന് തുല്യമായി പലതായി ഭവിക്കുന്നു. ആത്മാവ് സത്യവസ്തുവാണ്. അതുപോലെ തന്നെ സത്യം എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഈ ജഡങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ കാരണമായ ശക്തിയെയാണ് മായ എന്ന പേര് പറഞ്ഞ് വിളിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. ഈ ശീർഷകം അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ വായിക്കാം.